നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾ ഇടയ്ക്കിടെ അല്ലെങ്കിൽ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു പഴമൊഴിയാണ് തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല എന്നുള്ള പ്രയോഗം എന്നുള്ളത് തന്നെ പറയാം. ഇത്തരത്തിൽ തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല എന്നുള്ളത് ഈ നാട്ടിലെ വല്യേട്ടൻ ചമഞ്ഞ് നടക്കുന്ന ഹിന്ദു സംഘടനകളിൽ നിന്ന്, നമ്മുടെ സഹോദര ഹിന്ദു സംഘടനകളിൽ നിന്ന്, ഞാൻ വല്യേട്ടനാണ്, ഞമ്മൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളൊക്കെ ഉണ്ട്, ഞമ്മൻ മാത്രം മതി ഇവിടെ എന്നുള്ള വിചാരത്തോടു കൂടി പ്രവർത്തിക്കും ഹിന്ദു സംഘടനകളെ, വല്യേട്ടൻ ഹിന്ദു സംഘടനകളെ ജിഹാദികളുമായിട്ട് ചേർന്ന് അല്ലാതെ നമ്മൾക്ക് എങ്ങനെയാണ് കാണാനാവുക? നമ്മൾക്കറിയാം 100, 101, 102 വയസ്സൊക്കെ ആയി, എന്നിട്ടും ഇവിടുത്തെ ഹിന്ദുവിന്, പ്രത്യേകിച്ച് എൻ്റെ നാട്ടിലെ, എൻ്റെ കേരളത്തിലെ ഹിന്ദുവിൻ്റെ അവസ്ഥ എന്തായി എന്ന് ചിന്തിക്കുമ്പോഴാണ് മറ്റൊരു ഹിന്ദു സംഘടന, ഇവിടെ നട്ടെല്ലുള്ള ഹിന്ദു സംഘടന, തീവ്രമായിട്ടുള്ള ഹിന്ദുപക്ഷ സംഘടന, അത് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം നിലപാടെടുക്കുന്ന സംഘടന, അത് വളർന്നു വന്ന് ശക്തി പ്രാപിക്കേണ്ട ആവശ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. അത്തരത്തിൽ തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു ചിന്ത വന്നതുകൊണ്ട് തന്നെയാണ് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്ന് വിളിക്കുന്ന AHP എന്ന് പറയുന്ന ഡോക്ടർ പ്രവീൺ ഭായ് തൊഗാഡിയാജിയുടെ 2018 അദ്ദേഹം രൂപം കൊടുത്ത വെറും 8 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള ആ കുഞ്ഞു സംഘടനയിലേക്ക് ഞാൻ അംഗത്വം എടുത്ത് കടന്നു ചെല്ലുകയും നീണ്ട 6 വർഷത്തോളമുള്ള പ്രവർത്തന പരിചയവുമായി കൊണ്ട് തന്നെ ഇന്നിപ്പോൾ സംസ്ഥാന സംഘടനാ സെക്രട്ടറി എന്നുള്ള രീതിയിലേക്ക് ആ പദവി ഏറ്റെടുത്തുകൊണ്ട്, ഉയർന്ന പദവി ഏറ്റെടുത്തുകൊണ്ട് ജില്ലകളിൽ തോറും പ്രവർത്തിച്ചുകൊണ്ട് ഇന്ന് ഗംഭീരമായിട്ട് നമ്മളൊരു പ്രോഗ്രാമിന് രൂപം കൊടുക്കുകയാണ്. എല്ലാ വർഷവും നടക്കുന്ന സംസ്ഥാന പ്രോഗ്രാം തന്നെയാണ്. ഈ വർഷം അത് കോഴിക്കോട് തളി ക്ഷേത്രം, നമ്മൾക്കറിയാം തളി മഹാദേവ ക്ഷേത്രം, ഭഗവാൻ ശിവന്റെ മുൻപിലുള്ള സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം, അതിനുള്ളിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഈ വരുന്ന 16-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ദേശരക്ഷാ റാലിയും പിന്നെ ദേശരക്ഷാ സംഗമവും എന്ന രീതിയിലാണ് ഈ പ്രോഗ്രാം വെച്ചിട്ടുള്ളത്. നോക്കൂ, ഈ പ്രോഗ്രാമിനെതിരെ ഇവിടുത്തെ വല്യേട്ടൻ സംഘടനകൾ രംഗത്ത് വരിക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇവരെ നമ്മൾ ജിഹാദികളുടെ കൂട്ടത്തിലല്ലാതെ കൂട്ടുക എന്ന ചോദ്യം വലിയൊരു അർത്ഥം തന്നെയാണ്, വലിയൊരു ചോദ്യം തന്നെയാണ്. അത്തരത്തിലുള്ള ദുരനുഭവം നമ്മൾക്ക് ഉണ്ടായതുകൊണ്ടാണ് ഇത്തരത്തിൽ തന്നെ അതികഠിനമായി തന്നെ ആണെങ്കിൽ പോലും നമ്മൾക്ക് അത് പച്ചയ്ക്ക് ജനങ്ങളോട് വിളിച്ചു പറയേണ്ടി വരുന്നത്. നാണവും മാനവും ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല. ഇത്രയും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇവിടുത്തെ ഹിന്ദുവിന്റെ ദുരവസ്ഥ മാറ്റാൻ പറ്റാത്ത നിങ്ങൾ ഇന്നിപ്പോൾ 8 വർഷം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു സംഘടന സാധാരണക്കാരായിട്ടുള്ള ഹിന്ദുക്കളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ പ്രശ്നത്തിൽ ഒരാളായി നിന്നുകൊണ്ട് AC കാറുകളിലും AC സ്യൂട്ടുകളിൽ നിന്നും ഇറങ്ങി നടക്കാൻ മടിയുള്ള നിങ്ങൾക്ക് മുൻപിൽ അതിശക്തമായി പ്രവർത്തിച്ചപ്പോൾ നിങ്ങളുടെ കുരു പൊട്ടിയല്ലേ, നിങ്ങളുടെ സൂക്കേട് മൂത്ത് പുറത്ത് ചാടിയല്ലേ എന്ന് ചോദിക്കാതിരിക്കാനാവില്ല. വീണ്ടും ചോദിക്കട്ടെ, നാണമുണ്ടോ നിനക്കൊക്കെ? AC സ്യൂട്ടിലിരുന്നു കൊണ്ടും AC കാറിൽ നിന്ന് ഇറങ്ങാൻ മടിച്ചത് കൊണ്ടും ഇന്ന് ജനസമ്പർക്കം, അതല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ വീടുകളിലൂടെ, ഹിന്ദുവിന്റെ വീടുകളിലൂടെ പണ്ട് കാലങ്ങളിൽ സഞ്ചരിച്ചതെല്ലാം മറന്നുകൊണ്ട് പണ്ടത്തെ കാലത്തെ ഓരോ മനുഷ്യന്റെ ജീവനും രക്തവും കൊടുത്തു നൽകിയ പ്രസ്ഥാനത്തിലെ ഇന്നിരുന്നു കൊണ്ട് സുഖിച്ച് ജീവിക്കുന്ന നിങ്ങൾക്ക് കുരു പൊട്ടിയതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം നിലത്തിറങ്ങി നടന്നാൽ കാല് വേദനിക്കും. AC-യിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ആ ഉള്ള വെളുപ്പങ്ങോട്ട് പോയി കറുത്തു പോവും. മഴയും വെയിലും കൊണ്ട് നടന്നാൽ നിന്നെയൊക്കെ സുഖിയന്മാരായി കണ്ട് നിനക്കൊക്കെ ജയ് വിളിക്കുന്ന, നിന്നെയൊക്കെ കാണുമ്പോൾ താണു വണങ്ങി നിന്റെയൊക്കെ കാല് തൊട്ട് വന്ദിക്കുന്ന ആ ജനങ്ങൾക്ക് മുൻപിൽ നിന്റെ ആകാര ആ സൗഷ്ഠവം ഉണ്ടല്ലോ, ആ ഭംഗിയുണ്ടല്ലോ, അതങ്ങോട്ട് ഒലിച്ചു പോകുമല്ലേ? വളരെ വേദനയോടെ പറയാതിരിക്കാനാവില്ല പ്രിയപ്പെട്ട ജനങ്ങളെ. ഇത്തരത്തിൽ ഒരു ഹിന്ദു സംഘടന നടത്തുന്ന പ്രോഗ്രാമിനെതിരെ രംഗത്ത് വരുന്ന ഇവിടുത്തെ വല്യേട്ടൻ ഹിന്ദു സംഘടനകളെ നിങ്ങളെ ജിഹാദികൾക്കൊപ്പമല്ലാതെ ചേർത്ത് കെട്ടി വായിക്കാൻ ഇവിടുത്തെ ഹിന്ദു സമൂഹം തയ്യാറാവില്ല. സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇങ്ങനെ തള്ളി ഹിന്ദുവിന്റെ അണ്ണാക്കിലേക്ക് ജിഹാദികൾ ഇട്ടുകൊടുക്കുന്ന ബോംബിന് തിരികൊളുത്തുന്ന ഇവിടുത്തെ വല്യേട്ടൻ സംഘടനകളെ നിങ്ങളോട് ഇനിയും മിണ്ടാതിരിക്കാനാവില്ല. നിങ്ങളോട് ഇനിയും പൊറുക്കില്ല ഈ നാട്ടിലെ ഹിന്ദുക്കൾ. ഇത്രയും 100, 101 വർഷമൊക്കെ ആയ ചരിത്രം പറഞ്ഞ് വിളമ്പിക്കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ഹിന്ദുവിന്റെ അണ്ണാക്കിലേക്ക് ഇനിയും നീയൊന്നും തീവ്ര ഹിന്ദുത്വവും അതല്ലെങ്കിൽ ഇവിടുത്തെ മതേതരത്വം പുഴുങ്ങിയതുമൊന്നും തലയിലേക്ക് വെച്ചു കൊടുക്കേണ്ട. ഇവിടെ സാധാരണക്കാരായുള്ള ഹിന്ദുവിന്റെ പ്രശ്നം അവന്റെ വീട്ടിൽ അടുപ്പ് പുകയാത്തത് തന്നെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ പാവപ്പെട്ട ഹിന്ദുവിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലടോ. പണ്ട് കാലത്തെ പ്രവർത്തകർ അത്തരത്തിലായിരുന്നടോ. ഇന്ന് നിനക്കൊന്നും AC സ്യൂട്ടുകളിൽ നിന്നും AC കാറിൽ നിന്നും ഇറങ്ങാൻ പറ്റാതെ, ആ പാവപ്പെട്ട ജനത്തിന്റെ മുൻപിലേക്ക് ചെല്ലാൻ പറ്റാതെ, നീയൊക്കെ അവരെ കാലാകാലം നിനക്കൊക്കെ ജയ് വിളിക്കാൻ, നിന്റെയൊക്കെ കാല് തൊട്ട് വന്ദിക്കാനുമുള്ള, പൂക്കൾ എറിഞ്ഞുകൊണ്ട് നിന്നെ ആരാധിക്കാനുമുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ മാറ്റിയതിന്റെ കഴപ്പ് നിനക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് നടക്കുന്ന പ്രോഗ്രാമിനെതിരെ നീയൊക്കെ രംഗത്ത് വരുമ്പോൾ നിന്റെയൊക്കെ പ്രായം 100 ആയാലും 101 ആയാലും നിന്റെയൊക്കെ സൂക്കേട് എന്തെന്ന് ഇവിടുത്തെ സാധാരണക്കാരിൽ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഏതൊരു സാധാരണക്കാരുടെ ജനവിഭാഗവും നിന്റെ അടുത്തൊക്കെ ഒരു
പ്രശ്നം വിളിച്ചു പറയുമ്പോൾ അതിനെ കണ്ണടച്ച് തള്ളി അകറ്റിക്കൊണ്ട് അവരെ ജിഹാദികൾക്ക് ഒറ്റുകൊടുക്കുന്നത് കൃത്യമായിട്ടും TG മോഹൻദാസ് സാർ എന്ന് പറയുന്ന ആ മനുഷ്യനിലൂടെ അവസാനം ഇവിടുത്തെ ഹിന്ദു സമൂഹം കണ്ടതാണ്. അതുകൊണ്ട് നീയൊക്കെ ഇനി എത്ര വെള്ളയും ഇട്ട് വന്നു കഴിഞ്ഞാലും നിന്റെയൊക്കെ ഉള്ളിലുള്ള കറുപ്പുണ്ടല്ലോ, നിന്റെയൊക്കെ ഉള്ളിലുള്ള ജിഹാദികളുമായി ചേർന്നുള്ള അതേതരത്തെ ഇനിയും ഹിന്ദുവിന്റെ അണ്ണാക്കിലേക്ക് അങ്ങോട്ട് തിരികെ കൊടുത്ത് സുഖിച്ച് ജീവിക്കുന്ന നിന്റെയൊക്കെ ആ സൂക്കേടുണ്ടല്ലോ, അത് ഹിന്ദു സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് നിന്റെയൊക്കെ സോഷ്യൽ മീഡിയയിലുള്ള തള്ള് ഇനി ഏൽക്കുകയില്ല. പ്രിയപ്പെട്ട ജനങ്ങളെ, അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് ഈ വരുന്ന 16-ാം തീയതി നടത്തുന്ന വലിയ പ്രോഗ്രാം അഖണ്ഡ ഭാരത സങ്കല്പ ദിനം എന്ന് പറയുന്ന ആ പ്രോഗ്രാം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മഹാദേവൻ തളി മഹാദേവ ശിവക്ഷേത്രമില്ലേ, അതിനു മുൻപിലുള്ള സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. ഈ വരുന്ന 16-ാം തീയതി 3 മണിക്കാണ് പൊതുസംഗമം, അതല്ലെങ്കിൽ ഹിന്ദു സംഗമം നടക്കുന്നത് ഈ ഹാളിൽ വെച്ചുകൊണ്ട്. അതിനു മുൻപ് 2 മണിക്ക് നമ്മൾ ദേശരക്ഷാ റാലി നടത്തുന്നുണ്ട്. അവിടെ ഓരോ ഹിന്ദുവും നിനക്കൊരു പ്രശ്നം വരുമ്പോൾ മാത്രം ഹിന്ദു സംഘടനകളെ തേടിപ്പോകുന്ന ഹിന്ദുവെ നീ ഇനി മനസ്സിലാക്കിക്കോ, നിന്റെ തൊഴിലാളികളല്ല ഇവിടുത്തെ ഒരു ഹിന്ദു സംഘടനകളും സംഘടനാ പ്രവർത്തകരും. അതുകൊണ്ട് നിനക്കൊരു പ്രശ്നം വരുമ്പോൾ ഓടിപ്പാഞ്ഞു വരുന്നതിന് മുൻപ് തന്നെ അണിചേരുക, ശക്തരാവുക. അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് നിങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുന്ന ഒരേ ഒരു ഗ്യാരണ്ടിയേ ഉള്ളൂ, വെള്ളം ചേർക്കാത്ത തീവ്രമായ ഹിന്ദുത്വം, ഹിന്ദുവിന് വേണ്ടി മാത്രം നിലപാടെടുക്കുന്ന സംഘടന. അത് മാത്രമാണ് പറയാനുള്ളത്. അവിടെ മതേതരത്വം പുഴുങ്ങിത്തരില്ല. നിനക്ക് എന്തൊരു പ്രശ്നമുണ്ടെങ്കിലും ഏതൊരു നട്ടപ്പാതിരയ്ക്ക് വിളിച്ചാലും ജീവൻ കൊടുത്തിട്ടായാലും നിന്നെ സംരക്ഷിക്കും, നിന്റെ കൂടെ നിൽക്കുമെന്നുള്ള ആ ഗ്യാരണ്ടിയെ തരാനുള്ളൂ. അതുകൊണ്ട് ഓഗസ്റ്റ് 16-ന് അണിനിരക്കുക. കോഴിക്കോട് സംസ്ഥാനങ്ങളിൽ അങ്ങോളമുള്ള എല്ലാ ഹിന്ദുക്കളും അണിനിരക്കുക. അല്ലാതെ ഇത് കോഴിക്കോട് നടക്കുന്ന പ്രോഗ്രാം അല്ലേ, അത് അവിടുത്തെ ഹിന്ദുക്കൾ മാത്രം ചേർന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ഹിന്ദുവെ, നീ വീട്ടിൽ നിന്നിറങ്ങാൻ മടിച്ചാൽ, കാലാവസ്ഥ പ്രതികൂലമായാലും അനുകൂലമായാലും നീ വീട്ടിൽ നിന്നിറങ്ങാൻ മടിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കുക, നിനക്കൊരു വിഷയം വരുമ്പോൾ, നിനക്കൊരു പ്രശ്നം വരുമ്പോൾ, നിന്റെ കുഞ്ഞു മക്കൾക്കായിക്കോട്ടെ, നിന്റെ വീട്ടിലുള്ള സ്ത്രീജനങ്ങൾക്കായിക്കോട്ടെ ഒരു വിഷയം വരുമ്പോൾ ആരും നിന്നെ പിന്തുണയ്ക്കാനുണ്ടാവില്ല. അപ്പോൾ നീ വിളിക്കുന്ന ഹിന്ദു സംഘടനകൾ ആരുമില്ലെങ്കിൽ പോലും നീ ഞങ്ങളെ വിളിച്ചുകൊള്ളൂ. ഹിന്ദു ഹെൽപ്പ് ലൈൻ നമ്പർ ഇതിന്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. ഈ സംഘടന നിങ്ങൾക്കൊപ്പമാണ്, ഓരോ ഹിന്ദുവിനും ഒപ്പമാണ്. തീവ്ര ഹിന്ദുത്വം തന്നെയാണ് നമ്മുടെ ഐഡന്റിറ്റി. ഓരോ ഹിന്ദുവിനും മാത്രമാണ് നമ്മുടെ സംഘടന. അത് പച്ചയ്ക്ക് പറയാൻ ധൈര്യമില്ലാത്ത, നട്ടലില്ലാത്ത സംഘടനകൾക്ക് 100 വയസ്സായാലും 150 വയസ്സായാലും 200 വയസ്സായാലും 1000 വയസ്സായാലും ഹിന്ദുവെ, നിന്റെ അണ്ണാക്കിലേക്ക് മതേതരത്വം തിരികെ തരിക മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. അവർക്ക് വേണ്ടത് കാലാകാലം ഇവിടെ നീ ജയ് വിളിക്കണം. അവർക്ക് വേണ്ടിയിട്ട് അവൻ്റെയൊക്കെ കാല് തൊട്ട് വന്ദിച്ച് അവൻ്റെയൊക്കെ കാല് കഴുകിയ വെള്ളം നിന്നെ കൊണ്ട് കുടിപ്പിക്കണം. ഞങ്ങൾ വെള്ളയും ഇട്ടിങ്ങനെ നടന്നു വരും. അപ്പോൾ നീയൊക്കെ ഞങ്ങളെ ജയ് വിളിക്കണം. ഇത്തരത്തിൽ ചിന്താഗതിയുള്ള AC സ്യൂട്ടുകളിൽ ഇന്നും കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്ന സാധാരണക്കാരുള്ള ഹിന്ദുവിന്റെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഇത്തരത്തിലുള്ള വലിയേട്ടൻ സംഘടനകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇവിടെ തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള പ്രവീൺ ഭായ് തൊഗാഡിയാജിയുടെ HP എന്ന് പറയുന്ന സംഘടനയ്ക്ക് മാത്രമേ ഇനി നിലപാടുള്ളൂ. ആ നിലപാടിനൊപ്പമാണ് ഞങ്ങളെന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് നിന്റെ വരാനിരിക്കുന്ന തലമുറയ്ക്ക്, നിന്റെ ഈ കുഞ്ഞു മക്കളുടെ തലമുറയ്ക്ക് അവർക്ക് വേണ്ടി നീ ഇറങ്ങുക. അതിന് ഓഗസ്റ്റ് 16-ന് കൃത്യമായിട്ട് തളി മഹാദേവ ശിവക്ഷേത്രത്തിന്റെ മുൻപിൽ കോഴിക്കോട് ജില്ലയിൽ വരിക. സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഹിന്ദു മഹാസംഗമത്തിൽ പങ്കെടുക്കുക. അതിനു മുമ്പ് നടക്കുന്ന ദേശരക്ഷാ റാലിയിൽ പങ്കെടുക്കുക. അതിന് നിന്നെ ക്ഷണിക്കുകയാണ്. അതിന്റെ വിജയത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സഹകരണങ്ങളും അപേക്ഷിക്കുകയാണ്. അതിന് ധനസഹായം ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ പലയിടത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ആദ്യ കമന്റിൽ കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ സഹായവും ചെയ്യണം. നിങ്ങളുടെ ശരീരം കൊണ്ടുള്ള, മനസ്സുകൊണ്ടുള്ള, സമ്പത്ത് കൊണ്ടുള്ള സഹായം ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുക തന്നെയാണ്. ഇതിനെ തകർക്കാൻ വേണ്ടി ജിഹാദികൾക്കൊപ്പം കൂട്ടിച്ചേർന്നുകൊണ്ട് 100-101 വയസ്സായി എന്നും പറഞ്ഞ് പുലമ്പി നടക്കുന്ന സംഘടനാ നേതാക്കന്മാരോട് പറയാനുള്ളത്, ഇത് കളി വേറെയാണ്, ഇത് സംഘടന വേറെയാണ്. നിന്റെയൊക്കെ കള്ളത്തരങ്ങൾ, പൊള്ളത്തരങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുന്നു എന്ന പേടിമൂത്ത് ഈ സംഘടനക്കെതിരെ തിരിയുമ്പോൾ നീ നടത്തുന്നത് ജിഹാദികൾക്ക് സമാനമായ, രാജ്യദ്രോഹികൾക്ക് സമാനമായ, ഈ ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് തുരങ്കം വെക്കുന്ന ഇവിടത്തെ കൂട്ടക്കാർക്ക് സമാനമായ പ്രവർത്തനം ഒന്ന് തന്നെയാണെന്ന് ഉച്ചത്തിൽ പറയുക തന്നെ ചെയ്യും. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.